കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ ഒരു ക്യാമ്പയിനിങ് മാനേജർ ആയതിന്റെ ഫലമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ വിജയം എന്ന് പറയുന്നത്. മാത്രമല്ല ബി.ജെ.പിക്ക് ഇതൊരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ബി.ജെ.പി ഇവിടെ BDGS മേടിച്ച വോട്ട് പോലും വാങ്ങിയില്ല എങ്കിൽ അതിനെ അടിച്ച് ചുരുട്ടിയെടുത്ത് അറബിക്കടലിൽ കളയണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബി.ജെ.പി ഇനി ഇവിടെ പ്രവർത്തിക്കാൻ യോഗ്യത ഉള്ളവരല്ല എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണിത്. മാത്രമല്ല ബി.ജെ.പിക്ക് നരേന്ദ്രമോദിജിയുടെയും അതുപോലെ തന്നെ സംഘത്തിന്റെയൊക്കെ പേര് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവർക്ക് പ്രവർത്തിക്കാൻ അറിയില്ല. ഇലക്ഷൻ സമയത്ത് അവര് കൊടുത്ത ഒരു പ്രചാരണ ഇതുണ്ട്, അതായത് ഇവിടുത്തെ കോൺഗ്രസിന് ചെയ്യാൻ കഴിയാത്ത കുറെ ഓഫേഴ്സ് ഇവർ വെച്ചു. അതായത് 4 വരി പാതയാക്കും, അതുപോലെ തന്നെ ക്യാൻസർ സെന്റർ വിപുലീകരിക്കുമെന്ന് പറഞ്ഞു. അത് അവർക്ക് വോട്ട് തരികയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ബി.ജെ.പിക്ക് കഴിവുള്ള ബി.ജെ.പി അത് ചെയ്ത് കാണിച്ച് വേണം മലപ്പുറത്തുള്ള ആൾക്കാരുടെ മനസ്സ് കീഴടക്കാൻ. പ്രത്യേകിച്ച് മലപ്പുറവും കേരളവും എന്ന് പറയുന്നത് ഓഫറിന്റെ പിറകെ പോകുന്നതല്ല, അവരുടെ മികവും അവരുടെ സ്വഭാവശുദ്ധിയും ഒക്കെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സമയത്ത് ആർക്ക് വോട്ട് കൊടുക്കണം എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് മനസാക്ഷി വോട്ട് കൊടുക്കൂ. അപ്പൊ അതൊന്നും അല്ല രാഷ്ട്രീയം. ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ വികാരമായി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയസാധ്യത ഉണ്ടാവുള്ളൂ. മാത്രമല്ല കോർപ്പറേറ്റ് സ്റ്റൈലിലൊന്നും രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിലേക്ക് എത്തില്ല. പിന്നെ ഈ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അങ്ങനെയൊന്നും വർഗീയ ശക്തികളൊന്നും ഇവിടെ ഇല്ല. വർഗീയ ശക്തികളുണ്ട്. ആ വർഗീയ ശക്തികളൊന്നും യഥാർത്ഥത്തിൽ വോട്ട് ബാങ്കായിട്ട് മാറില്ല. അത് കുറെ പേരുടെ മനസ്സിന് വ്രണപ്പെടുത്താൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ.